Find the domain of f of x is equal to cos inverse of 2x minus 1. ഓക്കെ, സോ നമുക്ക് cos inverse of 2x minus 1ന്റെ ഡൊമൈൻ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് എക്സിന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്. നമുക്കറിയാം cos ഇൻവേഴ്സിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാ? cos ഇൻവേഴ്സിനകത്തോട്ട് ഫോർ എക്സാമ്പിൾ cos ഇൻവേഴ്സ് y ആണെന്ന് വിചാരിക്കുക, cos ഇൻവേഴ്സ് y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ cos ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്കറിയാം അത് -1നും 1നും ഇടയിലാണ്. കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനായ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താടാ? ഡൊമൈൻ എന്താ? ഡൊമൈൻ എന്ന് പറയുന്നത് -1നും 1നും ഇടയിൽ. അതായത് ഈ കോസ് ഇൻവേഴ്സിനകത്തോട്ട് -1നും 1നും ഇടയിലുള്ള വാല്യൂസ് എന്ത് ചെയ്യാവും? വരാൻ പാടുള്ളൂ. സോ 2x - 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? -1നും +1നും ഇടയിൽ നിൽക്കണം. -1 ആകാം +1 ആകാം. ഇതുപോലാണ് സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്താണ്? -1നും +1നും ഇടയിലായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ സീക്ക് ഇൻവേഴ്സിന്റെ വരുമ്പോൾ എന്താ വരും? റിയൽ നമ്പറിൽ നിന്ന് -1ഉം 1ഉം എടുത്തു കളഞ്ഞിട്ട് ബാക്കിയുള്ള -1 to 1 ഇടയിലുള്ള വാല്യൂസ് എടുത്തു കളഞ്ഞിട്ട് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം പോസിബിൾ ആണ്. സോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്കറിയാം കോസ് ഇൻവേഴ്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരാം? -1നും +1നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. -1 ആകാം +1 ആകാം. ഓക്കെ ഓക്കെ, സോ 2x - 1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? -1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2x - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഞാൻ എന്ത് ചെയ്യാൻ പോകും? ഒരു 1 കൊണ്ട് എല്ലാ സൈഡിലും ആഡ് ചെയ്യാൻ പോകും. സോ ഇത് 0 ആകും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ആകും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എക്സിന് ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട്. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ നമുക്ക് മനസ്സിലായി 0യും 1നും ഇടയിലുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് ഇട്ട് കൊടുക്കാം. 0യും ഇട്ട് കൊടുക്കാം, 1ഉം ഇട്ട് കൊടുക്കാം. അല്ലെ, 0യും ഇട്ട് കൊടുക്കാം, 1ഉം ഇട്ട് കൊടുക്കാം, ഈക്വൽ ടു ഉണ്ട്. സോ നമ്മൾ എങ്ങനെ എഴുതും? 0 to 1 ക്ലോസ് ടു ബ്രാക്കറ്റ് എഴുതും അല്ലേ? സോ ഓപ്ഷൻ എ ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത് NDAക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം. ഓക്കെ.